അപ്പോൾ അതിനകത്ത് നിക്ഷേപിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. പലരും അത് ചെയ്യാറില്ല. ഇപ്പം നമുക്ക് അതിനകത്ത് നിക്ഷേപിക്കാമെന്നൊരു കാര്യം, ആനയുടെ കൊമ്പിലെ മണ്ണ്, ഞണ്ടിൻ്റെ കുഴിയിലെ മണ്ണ്, ഹിമാലയ പർവ്വതത്തിലെ മണ്ണ്, സമുദ്രത്തിലെ മണ്ണ്, നമ്മുടെ ഭൂമിയിലെ മണ്ണ്, പഞ്ചമണൽ എന്ന് പറയും. ഇതൊക്കെ കിട്ടും. അപ്പോൾ ഈ പഞ്ചമണൽ നമ്മൾ ആദ്യം ഈ കുഴിയിൽ വിരിക്കുന്നു. അതിനുശേഷം 9 ധാന്യങ്ങളെ അതിലേക്ക് വിതയ്ക്കും. നവധാന്യ നിക്ഷേപം നടത്തും. അതിനുശേഷം നമ്മൾ ഈ കല്ല് പൂജിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ നവരത്നങ്ങൾ വെക്കും. 9 ഗ്രഹപ്രതീകമായിട്ട്. ഗോൾഡ് വെക്കില്ലേ? ഗോൾഡ് വെക്കും, ചില വെക്കും. അപ്പം ശരിക്കും ഇതിനോടൊപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ധനം വെക്കും, പൈസ വെക്കും. പണ്ടൊക്കെ ഈ നമുക്കറിയാം, ഒരു കലശത്തിനകത്താണ് ഈ ധനം നിക്ഷേപിക്കുന്നത്. അതായത് ഈ വാസ്തുശാസ്ത്രം അനുസരിച്ച് ഗ്രഹം നിർമ്മിക്കുമ്പം ആ ഗ്രഹം നിർമ്മിക്കുന്ന പണമുള്ളവൻ മാത്രമേ ഗ്രഹം നിർമ്മിക്കാവുള്ളതുണ്ട്. ധനമുള്ളപ്പോഴേ ഗ്രഹം നിർമ്മിക്കാൻ പാടുള്ളൂ എന്നാണ്. ഇന്ന് നമ്മൾ ലോൺ എടുത്തും കടം വാങ്ങിച്ചും വീട് വെക്കും. പക്ഷേ അന്ന് അങ്ങനെയല്ല. കാര്യം അത് പുനർനിർമ്മിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ആ നിർമ്മിക്കാനുള്ള ധനം അതിൻ്റെ അടിയിൽ നിക്ഷേപമായിട്ട് വെച്ചിട്ട് വേണം അത് നിർമ്മിക്കാൻ നിൽക്കുന്ന വ്യവസ്ഥ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പം അന്ന് സ്വർണ്ണ നാണയങ്ങളൊക്കെ കലശത്തിനകത്താക്കി ഈ കല്ലിടുമ്പോൾ അതിനകത്ത് നിക്ഷേപിക്കും. അങ്ങനെ നിക്ഷേപിക്കപ്പെടുന്ന ഈ ധനം വീട് എൻ്റെ കാലാവധി കഴിയുമ്പോൾ എല്ലാത്തിനും ആയുസുണ്ട്. വീടിപ്പോൾ ഇന്ന് കല്ലിട്ട് കഴിഞ്ഞാൽ കല്ലിടുന്ന ദിവസം നോക്കിയാൽ ഇതിന് എത്ര കാലം വരെ വീട് നിൽക്കുമെന്ന് ആയുർബലം ചിന്തിക്കാൻ പറ്റും. അങ്ങനെ ആയുസ് കണ്ടെത്തി ആ ആയുസ് തീരുന്ന സമയത്ത് ഇത് പൊളിച്ച് പുനർനിർമ്മിക്കുമ്പോൾ അവരുടെ അന്ന് അത്രയും സാമ്പത്തികം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഈ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ഈ ധനത്തെ എടുത്ത് ബാക്കിയും കൂടെ ചേർത്ത് പുനർനിർമ്മാണം സാധ്യമാക്കാൻ വേണ്ടി നിക്ഷേപിക്കുന്ന ധനമാണ് നമ്മൾ ഈ പൈസ. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.